നിലമ്പൂർ സീറ്റ് LDF നിലനിർത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിൽ PV അൻവർ വിഷയം ഉന്നയിക്കില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവർ കോൺഗ്രസിന് മാത്രമല്ല അയാൾക്ക് തന്നെ ഒരു പ്രശ്നമായി മാറി എന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബി 24നോട് പ്രതികരിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുള്ള LDF സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 9 വർഷമായി ഇടതുമുന്നണിക്കൊപ്പമുള്ള നിലമ്പൂർ മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമെന്നാണ് CPM നേതൃത്വം നൽകുന്ന സൂചന. ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തിന് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ടേം പൂർത്തിയാക്കി 3ാം ടേമിലേക്ക് ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന്റെ നിലപാട് UDF പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അൻവർ വിഷയം പ്രചരണത്തിൽ ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് CPIMന്റെ തീരുമാനം. PV അൻവറിന്റെ പ്രതികരണങ്ങളെ പാർട്ടി നേതൃത്വം പരിഹസിച്ചു തള്ളുകയാണ്. മാന്യ സുഹൃത്ത് ശ്രീ അൻവർ, അപ്പോൾ എങ്ങനെയാണ് ശ്രീ അൻവറും UDFും സഹകരിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം ബന്ധപ്പെടുന്ന പാർട്ടികൾക്കെല്ലാം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീ അൻവർ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവരെയാണ് CPM സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ പേരുകൾ കടന്നുവരാനും സാധ്യതയുണ്ട്. ടീം നിലമ്പൂർ 24.